ഇന്ന് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മളിത് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ഈ പുഴുങ്ങിയ കോഴിമുട്ടയും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് 4 മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 2 എടുക്കാം. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണിന്റെ പകുതിയോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്കായ, 2 വേണ്ട, 4 കോഴിമുട്ടയുള്ളത് കൊണ്ട് 1 മതി. കൂടുതലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ജീരകം എടുത്ത അതേ അളവിൽ തന്നെ കുരുമുളക്, ഒരു കഷ്ണം പട്ട, 4 കറയാമ്പ്, ഇതെല്ലാം ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുവാണെങ്കിൽ ഇത് പേസ്റ്റ് പോലെ ആയി പോവും. അപ്പൊ നമുക്ക് പേസ്റ്റ് പോലെ വേണ്ട, ഇതുപോലെ ചതച്ച ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചതച്ച ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കടായി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, കനം കുറച്ച് കട്ട് ചെയ്തെടുത്തത്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ചതച്ചെടുത്തില്ലേ മിക്സിയിൽ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കുവാണെങ്കിൽ ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് ഇതുപോലെ അങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി ഇതിൽ ഗരം മസാലപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് നമുക്ക് മുട്ട ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്കൊന്ന് വിതറി കൊടുക്കാം. നമ്മൾ ആദ്യമേ സവാളയൊക്കെ വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. മുട്ട ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് കോഴിമുട്ട പുഴുങ്ങിയത് വെച്ചിട്ടാണ് ഇതുപോലൊരു റെസിപ്പി തയ്യാറാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും സാധാരണയായിട്ട് മുട്ട ചിക്കി വറുക്കും, അല്ലെങ്കിൽ റോസ്റ്റ് വെക്കും, ഇല്ലെങ്കിൽ മുട്ട കറി വെക്കും. പക്ഷേ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഇതുപോലത്തെ ഒരു തോരൻ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.